നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എന്ത് പറയണമെന്ന് എനിക്കറിയാത്ത ഒരുപാട് ക്രൈറ്റീരിയകളുണ്ട്. മാപ്പ്, ഞാൻ സോറി പറയുകയാണ്. നെയ്മർ ജൂനിയറുടെ അപ്പോളജി വന്നിട്ടുണ്ട്. മിറാസുലും സാൻഡോസും തമ്മിൽ അതിനിർണായകമായ പോരാട്ടത്തിനിറങ്ങുമ്പോൾ നെയ്മർ ജൂനിയറിലായിരുന്നു സാൻഡോസിൻ്റെ പ്രതീക്ഷകളൊക്കെയും. അതിന് നിറഞ്ചാർത്തുന്ന തരത്തിലുള്ളൊരു സ്റ്റാർട്ടും ലഭിച്ചു. 4ാമത്തെ മിനിറ്റിൽ തന്നെ നെയ്മർ ജൂനിയറുടെ ഗോളിൽ സാൻഡോസ് മുന്നിൽ. പക്ഷേ കളി 60 മിനിറ്റ് പിന്നിടുന്ന ഘട്ടത്തിൽ നെയ്മർ ഫൗൾ ചെയ്തതിനാണ് റഫറി എതിരാളികൾക്ക് പെനാൽറ്റി കൊടുക്കുന്നത്. അത് ഫൗളോ പെനാൽറ്റിക്കുള്ളതുണ്ടോ എന്നൊക്കെയുള്ള ചർച്ച വേറെ നടക്കുന്നുണ്ട്. എന്നാലും പിച്ച് സൈഡ് മോണിറ്ററൊക്കെ പോയി നോക്കിയതിന് ശേഷമാണ് റഫറി പെനാൽറ്റി കൊടുക്കുന്നത്. അപ്പോൾ നെയ്മർ അതാണ് ഉദ്ദേശിക്കുന്നത്. എനിക്കറിയാത്ത ചില ക്രൈറ്റീരിയകളൊക്കെ ഉണ്ട് എന്നുള്ളത് ആ ഒരു പെനാൽറ്റിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് പറയുന്നത്. പക്ഷേ നെയ്മർ ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. ടീം നല്ല രൂപത്തിൽ പോരാടിയിട്ടുണ്ട്. ഒരു മികച്ച ടീമിനെതിരെയാണ് നമ്മൾ കളിച്ചത്. ആരാധകർ നല്ല പിന്തുണ തന്നിട്ടുണ്ട്. എല്ലാറ്റിനും നന്ദി പറയുന്നു. അതോടൊപ്പം ഈ പറ്റിപ്പോയ സംഭവത്തിന് മാപ്പും പറയുന്നുണ്ട് നെയ്മർ ജൂനിയർ. അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ തന്നെ ആരാധകരോട് ഈ ഒരു മാപ്പ് അല്ലെങ്കിൽ സോറി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ്, നമ്മൾ ഫേസ് ചെയ്തത് ഈ ബ്രസീലിയറോ സീരിയയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ടീംസിനെയാണ്. നമ്മൾ എല്ലാം സമർപ്പിച്ചാണ് കളിച്ചത്. വിജയത്തിന് വേണ്ടി നമ്മൾ പോരാടി. വളരെയധികം നമ്മുടെ ടീം ആ വിജയം അർഹിച്ചിരുന്നു. കൺഗ്രാജുലേഷൻ ടു ദി ടീം. അതുപോലെ തന്നെ ആരാധകർക്കും ഞാൻ അഭിനന്ദനങ്ങൾ പറയുകയാണ്. ഒരിക്കൽ കൂടി മനോഹരമായൊരു ഷോയാണ് നിങ്ങൾ അവതരിപ്പിച്ചത്. ഇതുപോലെ നമുക്ക് ഈ ഫൈനൽ സ്റ്റേജിൽ മുന്നോട്ട് പോകണം. എല്ലാ പോയിൻറ്റും എല്ലാ ഡീറ്റെയിൽസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും പറഞ്ഞിട്ടാണ് അദ്ദേഹം നോട്ടെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് സോറി അബൌട്ട് ദി പെനാൽറ്റി. ആ പെനാൽറ്റിയുടെ കാര്യത്തിൽ ഞാൻ സോറി പറയുകയാണ്. ഒരുപാട് ഡിഫറെൻറ്റ് ക്രൈറ്റീരിയാസ് ഉണ്ട്, എനിക്കറിയില്ല. ഏതായാലും ഐ ഡോണ്ട് ഈവൻ നോ വാട്ട് ടു സേ. എന്തു പറയണമെന്ന് എനിക്കറിയില്ല. ബട്ട് ജസ്റ്റ് ആക്സെപ്റ്റ് ഇറ്റ്. ഞാനത് ആക്സെപ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ ഈ ഒരു പോരാട്ടമുണ്ടല്ലോ, ഫൈറ്റ്, അതൊരിക്കലും നിർത്തില്ല. ഗോ സാൻഡോസ് എന്നുകൂടി നെയ്മർ ജൂനിയർ കുറിക്കുന്നു. എന്തായാലും റെലഗേഷൻ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സാൻഡോസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. അത് കഴിയുമോ ഇത്തവണ എന്നുള്ള ചോദ്യമാണിപ്പോൾ ആരാധകരുടെ ഭാഗത്ത് നോക്കിയുള്ളത്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, റെലഗേഷൻ സോണിൻ്റെ തൊട്ടരികിലാണ് സാൻഡോസ് നിൽക്കുന്നത്. വരും മത്സരങ്ങൾ അവർക്ക് വിജയിച്ചേ പറ്റൂ. അടുത്ത കളി അവർ ഇൻ്റർനാഷണലുമായിട്ടാണ് കളിക്കുന്നത്. ആ കളി വരുന്നത് നവംബർ 25-ന്. അത് കഴിഞ്ഞാൽ പിന്നെ 3 കളികൾ. സ്പോർട്ടിനെതിരെ, യുവൻറ്റൂഡക്കെതിരെ, ക്രുസൈറോക്കെതിരെ കഠിനമായിട്ടുള്ള പോരാട്ടങ്ങൾ വരുന്നു. നെയ്മർ ജൂനിയറുടെ സാന്നിധ്യം അവർക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.